രാവിലെ ചെടികൾ ഇതുപോലെ കരയുന്നത് കണ്ടിട്ടുണ്ടോ? ഇലകളുടെ അരികിൽ മുത്തുപോലെ തിളങ്ങുന്ന വെള്ളത്തുള്ളികൾ ഡ്യൂഡ്രോപ്സ് അല്ല, ചെടി തന്നെ ഉള്ളിൽ നിന്ന് പുറത്തുവിടുന്ന വെള്ളമാണ്. ഒരു പമ്പിന്റെയും സഹായമില്ലാതെ മണ്ണിലെ വെള്ളം മരങ്ങളുടെ മുകളിലെത്തുന്നത് കാപ്പിലറി ആക്ഷൻ വഴിയാണ്. ചെടിയുടെ ഉള്ളിലെ അതിസൂക്ഷ്മമായ സൈലം എന്ന കുഴലുകളിലൂടെ വെള്ളം ഗ്രാവിറ്റിയെ പോലും വെട്ടിച്ച് തനിയെ മുകളിലേക്ക് വലിഞ്ഞു കയറുന്ന പ്രതിഭാസമാണിത്. പകൽ സമയത്ത് ഇലകളിലെ സ്റ്റൊമാറ്റ എന്ന സുഷിരങ്ങൾ വഴി ഈ വെള്ളം ബാഷ്പമായി പോകും. എന്നാൽ രാത്രിയാകുമ്പോൾ സ്റ്റൊമാറ്റ അടയും. പക്ഷേ കാപ്പിലാരിറ്റി വഴി വെള്ളം അപ്പോഴും മുകളിലേക്ക് കയറിക്കൊണ്ടേയിരിക്കും. രാത്രിയിൽ ചെടിയുടെ ഉള്ളിൽ വെള്ളം നിറഞ്ഞ് ഇതൊരു പ്രഷർ കുക്കർ പോലെയാകും. ഇതാണ് റൂട്ട് പ്രഷർ. ഈ മർദ്ദം താങ്ങാനാവാതെ ഇലയുടെ അരികിലുള്ള ഹൈഡാത്തോഡുകൾ എന്ന കുഞ്ഞു വാൽവുകളിലൂടെ വെള്ളം പുറത്തേക്ക് തള്ളപ്പെടുന്നു. ഇതിനെയാണ് ഗട്ടേഷൻ എന്ന് വിളിക്കുന്നത്. കാണാൻ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണെങ്കിലും ഇത് വെറും പച്ചവെള്ളമല്ല. ചെടിയുടെ ശരീരത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് ഇതിൽ നാച്ചുറൽ ഷുഗർ, എൻസൈമുകൾ, പലതരം മിനറൽസ് എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞു പ്രാണികൾക്ക് ഇതൊരു അടിപൊളി എനർജി ഡ്രിങ്കാണ്. ഇത് കണ്ണിലൊഴിക്കാമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഒരിക്കലും ചെയ്യരുത്, ഇത് അപകടമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന കട്ടിയുള്ള മിനറൽസും ബാക്ടീരിയകളും നിങ്ങളുടെ കണ്ണുകളിൽ കടുത്ത ഇൻഫെക്ഷനും ചൊറിച്ചിലും ഉണ്ടാകാം. അപൂർവം കേസുകളിൽ കാഴ്ചയെ വരെ ബാധിക്കാം. നമ്മൾ വീടുകളിൽ വളർത്തുന്ന മോൺസ്റ്ററ, ഫിലാഡെൻഡ്രോൺ, ചേമ്പ് വർഗ്ഗങ്ങൾ എന്നിവയിലെ ഗട്ടേഷൻ ഡ്രോപ്പിൽ കാൽസ്യം ഓക്സലേറ്റ് അടങ്ങിയിട്ടുണ്ട്. ഈ വെള്ളം നമ്മുടെ കണ്ണിൽ തട്ടിയാൽ സൂചി കൊണ്ട് കുത്തുന്നത് പോലെയുള്ള വേദനയും നീറ്റലും ഉണ്ടാകും. അതായത് ഇതെടുത്ത് കണ്ണിൽ പരീക്ഷിക്കാൻ നിൽക്കരുത്.